ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപനം. മൺകലങ്ങളിൽ മനസ്സും ശരീരവും ആത്മസമർപ്പണത്തോടെ ദേവിക്ക് സമർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ആഗ്രഹ സഫലീകരണത്തിനാണ് പൊങ്കാല സമർപ്പണമെന്ന് ഭക്തർ ജനം ടിവിയോട് പറഞ്ഞു. അടുത്ത പൊങ്കാലയ്ക്കായി ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് ഇനി. രാവിലെ 10-ന് ശുദ്ധ പുണ്യാഹത്തിനു ശേഷം പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിച്ചു. പാണ്ഡ്യരാജാവിന്റെ വധം കഴിയുന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടി തീർന്നതോടെ 10:30-ന് പൊങ്കാലയ്ക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ട് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്കു കൈമാറി. ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാലയടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിമാർക്കു കൈമാറി. തുടർന്ന് വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശം തയ്യാറാക്കിയ പണ്ടാരയടുപ്പിലും തീ പകർന്നതോടെ ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് തുടക്കം. ആത്മസമർപ്പണത്തിന്റെ പൊങ്കാലയാണ് പലർക്കുമെന്ന് ഭക്തർ പറയും. അല്ല, വർഷങ്ങളായിട്ട് ഇടുന്നതാണ്. തിരക്കും ചൂടും ഒക്കെ കാണുമ്പോൾ അല്ല, അമ്മയുടെ അനുഗ്രഹമല്ലേ, അതെല്ലാം സമർപ്പണമാണ്. പലർക്കും ഇത് ദേവിക്കുള്ള നന്ദി പ്രകടിപ്പിക്കലാണ്. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നത്, എറണാകുളത്തു നിന്നാണ് വരുന്നത്. 2 പ്രാവശ്യം വളരെ ദൂരെ പോയാണ് ഇടാൻ സാധിച്ചത്. ഈ പ്രാവശ്യം അമ്മയുടെ സന്നിധിയിൽ തന്നെ ഇടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. എന്നും വളരെ നന്ദിയുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ഇനിയും എനിക്ക് ഇടാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മനിർവൃതിയോടെയാണ് ഓരോ സ്ത്രീ ഭക്തരും മടങ്ങുന്നത്. ഇനി ഒരു വർഷം നീളുന്ന കാത്തിരിപ്പ്. ടീം ജനം, തിരുവനന്തപുരം.